ഹായ് മൈ ഡിയർ ചങ്ക് കുട്ടികളെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിലെ പാർട്ട് 19 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഹൈപ്പോത്തസിസ് നോക്കി. ഇനി അടുത്തത് വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ എഴുതേണ്ട ആവശ്യമില്ല. ഈ ഹൈപ്പോത്തസിസ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു പ്രോബ്ലം മീൻസ് ആ ഒരു കോളം വരയ്ക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താണ് ഇതെല്ലാം വരച്ച് വെച്ചിട്ട് ഇവിടെ മാത്രം ഒരു എക്സ്ട്രാ ഒരു 2 കോളം, ഇവിടെ ഒരു കോളം, ഇവിടെ ഒരു കോളം, ഇവിടെ ഒരു കോളം, ഇവിടെ ഒരു കോളം. ഓക്കെ, അങ്ങനെ 4 കോളം എക്സ്ട്രാ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ 1 കോളം എല്ലാം പ്ലസ് ചെയ്യുക. എന്താണ് 12 + 18. അതുപോലെ 1 2 കോളം എല്ലാം പ്ലസ് ചെയ്യുക. എന്താണ് 16 + 15. അതുപോലെ തന്നെ 2 1 കൊടുത്തിരിക്കുന്ന ആ ഒരു ഫാക്ടേഴ്സ് പ്ലസ് ചെയ്യുക. 16 + 19. അത് കഴിഞ്ഞിട്ട് 10 + 11 മീൻസ് 2 വാല്യൂ ആണ് 10 + 11. അത് പ്ലസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ 12 + 18 കിട്ടുന്നതാണ് 30, 16 + 15 കിട്ടുന്നതാണ് 31, 16 + 19 കിട്ടുന്നതാണ് 35, 10 + 11 കിട്ടുന്നതാണ് 21. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഐ എ ബി സി എ ബി നമ്മൾ നോക്കണം അല്ലേ? ഐ വന്നിട്ട് ഫസ്റ്റ് വാല്യൂ 1 1 ആണ് ഐ എ. ഓക്കെ, 1 2 അല്ലെങ്കിൽ 2 1 ആണ് വന്നിട്ട് എ മീൻസ് ഐന്റെ താഴെ എ, അതുപോലെ തന്നെ എ കഴിഞ്ഞിട്ട് ഇവിടെ ബി, താഴെ എ ബി. എന്തായാലും ഈ രണ്ടറ്റം ഇവിടെ ഐ ആയിരിക്കും, ഇവിടെ എ ബി ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഐന്റെ താഴെ എ ആയിരിക്കും, 2ന്റെ താഴെ മീൻസ് ഐന്റെ ഇപ്പുറത്തെ സൈഡ്, ഐന്റെ ലെഫ്റ്റ് സൈഡ് ബി ആയിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഐ ബി എ ബി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കോൺട്രാസ്റ്റിലോട്ട് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ കോൺട്രാസ്റ്റ് എന്താ നമ്മൾ നോക്കിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു കോൺട്രാസ്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? മീൻസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അല്ലേ? നമ്മൾ പറഞ്ഞതാണ് ഐന്റെ ഐ അല്ല എന്റെ, ബിന്റെ വന്നിട്ട് -1 -1 +1 +1 അല്ലേ? എ ബിയുടെ വന്നിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് വരച്ച് വെച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യണം, അതാണ് കോൺട്രാസ്റ്റ്. അപ്പൊ ആദ്യം നമ്മൾ കോൺട്രാസ്റ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് അങ്ങ് കാൽക്കുലേറ്ററിൽ ചെയ്യാം കേട്ടോ. എല്ലാം നിങ്ങൾ കഷ്ടപ്പെട്ട് എന്നിട്ട് എന്താ പറയാ കോൺട്രാസ്റ്റ് കണ്ടുപിടിച്ച് അതിന്റെ സം ഓഫ് സ്ക്വയർസ് കണ്ടുപിടിച്ച് കഷ്ടപ്പെടേണ്ട. ആദ്യമേ തന്നെ നമുക്ക് സം ഓഫ് സ്ക്വയർസ് കണ്ടുപിടിക്കാം. അപ്പൊ അതെങ്ങനെയാ? കോൺട്രാസ്റ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × k. കോൺട്രാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ -1 + a - b + ab ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × 2. കാരണം ഇവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് 4 സ്ക്വയർ ആണ്. മനസ്സിലായോ? 4 സ്ക്വയർ × 2 ആണ് എടുക്കുന്നത്. ഓക്കെ, ഈക്വൽ ടു -30 + 35 - 31 + 21 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. അത് ചെയ്യുമ്പോൾ നമുക്ക് 3.125 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സം ഓഫ് സ്ക്വയർസ് ഓഫ് ബി ഈക്വൽ ടു കോൺട്രാസ്റ്റ് ഓഫ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × k ഈക്വൽ ടു -1 - a + b + ab ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × 2. അത് ചെയ്യുമ്പോൾ നമുക്ക് -30 -35 + 31 + 21 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് 21.125 കിട്ടും. അടുത്തത് വരുന്നതാണ് സം ഓഫ് സ്ക്വയർസ് ഓഫ് എ ബി. അത് വന്നിട്ട് കോൺട്രാസ്റ്റ് ഓഫ് എ ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × k +1 - a - b + ab ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 × 2. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം +30 - 35 - 31 + 21 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 28.125 കേട്ടോ. ഇനി നമുക്ക് SS A കിട്ടി, SS B കിട്ടി, SAB കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി അറിയാം ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഓൾറെഡി എവിടെയൊക്കെ നോക്കി? ലാറ്റിൻ സ്ക്വയറിൽ നോക്കി, പിന്നെ
കംപ്ലീറ്റ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ നോക്കി, കംപ്ലീറ്റ് റാൻഡമൈസ്ഡ് ഡിസൈനിൽ നോക്കി അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ എസ് ടോട്ടൽ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 12 സ്ക്വയർ പ്ലസ് 18 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 11 സ്ക്വയർ ചെയ്യണം. മൈനസ് 12 പ്ലസ് 18 പ്ലസ് 16 പ്ലസ് 19 പ്ലസ് 16 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് 11. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. ഓക്കെ, ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? മീൻസ് അത് ഹോൾ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അത് എല്ലാം പ്ലസ് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 117 കിട്ടും, ഈക്വൽ ടു 75.875 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എസ് എസ് എ എസ് എസ് ബിയിലൊന്നും വന്നിട്ട് ഈ ഒരു ഫാക്ടർ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി സം ഓഫ് സ്ക്വയർസ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് സ്ക്വയർസ് ഓഫ് എറർ കണ്ടുപിടിക്കണം. അപ്പൊ എസ് എസ് ടോട്ടൽ മൈനസ് എസ് എസ് എ മൈനസ് എസ് എസ് ബി മൈനസ് എസ് എസ് എ ബി ചെയ്യുമ്പോൾ നമുക്ക് 23.5 കിട്ടും കേട്ടോ. ഇതാണ് നമുക്ക് എസ് എസ് എറർ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ഒരു ടേബിളിലാക്കണം. ഓക്കെ, അറിയാലോ എന്തൊക്കെ ഈ ടേബിൾ ആക്കേണ്ട കാര്യം. അപ്പോൾ ടേബിളിലാക്കുമ്പോൾ ആദ്യം തന്നെ സം ഓഫ് സ്ക്വയർസ് എഴുതുക, പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതുക, മീൻ സം ഓഫ് സ്ക്വയർസ് എഴുതുക, എഫ് കാൽക്കുലേറ്റർ ഇടുക, എഫ് ടേബിൾ ഇടുക, റിമാർക്സ് ഇടുക. ബിറ്റ്വീൻ ദ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ, അല്ലെങ്കിൽ എസ് എസ് എ ഇടുക, എസ് എസ് ബി ഇവിടെ ഇടാം, എസ് എസ് എ ബി അടുത്ത കോളത്തിൽ ഇടാം, പിന്നെ എസ് എസ് എറർ ഇടുക, എസ് എസ് ടോട്ടൽ ഇട്ടിട്ട് അതിന്റെ വാല്യൂസ് എല്ലാം ഇട്ടാൽ മതി. മനസ്സിലായോ? 3.125 21.125 28.125 23.5 75.875. ഓക്കെ, ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നിട്ട് എല്ലാം 1 ആയിരിക്കും കേട്ടോ. 2 ഫാക്ടേഴ്സ് ഉണ്ട്, മീൻസ് എ വന്നിട്ട് 2 എണ്ണം ഉണ്ട്, ബി വന്നിട്ട് 2 എണ്ണം ഉണ്ട്, എ ബി വന്നിട്ട് 2 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 2 മൈനസ് 1 ആണ് ഇവിടെ 1 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എറർ വന്നിട്ട് 8 ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, 8 മൈനസ് 1 മൈനസ് 1 മൈനസ് 1 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് 4 ഇട്ടാൽ മതി കേട്ടോ. 8 ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് 4 ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം ഡിവൈഡ് ചെയ്യണം. 3.125 ഡിവൈഡഡ് ബൈ 1 വന്നിട്ട് 3.125, 21.125 ഡിവൈഡഡ് ബൈ 1 വന്നിട്ട് 21.125, 28.125 ഡിവൈഡഡ് ബൈ 1 വന്നിട്ട് 28.125 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എറർ. ഓക്കെ, അപ്പൊ അത് 23.125 ഡിവൈഡ് ബൈ 4 വന്നിട്ട് 5.875. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5.875 വന്നിട്ട് ബാക്കിയുള്ള മീൻ സം ഓഫ് സ്ക്വയർസുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 3.125 ഡിവൈഡഡ് ബൈ 5.875 ചെയ്യുമ്പോൾ നമുക്ക് 0.532 കിട്ടും. അടുത്തത് 21.125 ഡിവൈഡഡ് ബൈ 5.875 ചെയ്യുമ്പോൾ നമുക്ക് 3.596 കിട്ടും. 28.125 ഡിവൈഡഡ് ബൈ 5.875 ചെയ്യുമ്പോൾ നമുക്ക് 4.787 കിട്ടും. ഓക്കെ, നമ്മൾ എഫ് ടേബിൾ ഉണ്ടല്ലോ, എഫ് ടേബിൾ അത് നമ്മൾ ഈ എഫ് ടേബിളിൽ വന്നിട്ട് 5% സിഗ്നിഫിക്കൻസ്, ഇത് 1% ആണ്. 5% സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യന് 5% ആയിരിക്കും മിക്കവാറും കൊടുക്കാറുള്ളത്. ചെയ്യുമ്പോൾ നമുക്ക് 1 ഈ കോളത്തിലായിരിക്കും കേട്ടോ. 1 വന്നിട്ട് ഈ കോളത്തിലായിരിക്കും കേട്ടോ. മനസ്സിലായോ? ഇതിൽ നമ്മൾ 1,4 എടുക്കണം. 1,4 കേട്ടോ, ഇവിടെ നിന്ന് 4 എടുക്കണം. അപ്പൊ നമുക്ക് 7.71 കിട്ടും. 7.71 ഉള്ളിലായിരിക്കത്തില്ല 0.532, അതുകൊണ്ട് അത് അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ് ആണ്. അതുപോലെ തന്നെ 7.71 ഉള്ളിലാണ് 3.596, അപ്പം അതും വന്നിട്ട് അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ് വരുന്നതാണ് 7.71, ഇതിന്റെ അകത്തായിരിക്കും മറ്റേ നമ്മുടെ 4.787 വരുന്നത്. അപ്പൊ അത് വന്നിട്ട് അക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ് ആണ് കേട്ടോ. ഇനി വന്നിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഹോംവർക്ക് ആണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ ഇടുക കേട്ടോ. നമ്മുടെ എന്താ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇടുമ്പോൾ അടുത്ത ദിവസം നിങ്ങൾ അതിന്റെ ആൻസർ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി നോക്കിയിട്ട്. ഓക്കെ, ഇത് പ്രൊസീജിയർ ആണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. YIJK ഈക്വൽ ടു മ്യൂ പ്ലസ് AI പ്ലസ് BJ പ്ലസ് AB IJ പ്ലസ് EIJK. മ്യൂ എന്ന് പറഞ്ഞാൽ ഓവറോൾ മീൻ,
YIJK വന്നിട്ട് 8th replication under ith treatment and jth treatment of factor B. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ effect of ith treatment of factor A. BJ എന്ന് പറഞ്ഞാൽ effect of jth treatment of factor B. ABIJ എന്ന് പറഞ്ഞാൽ effect of ith treatment of factor A and jth treatment of factor B. മീൻസ് അത് interaction ആണ് കേട്ടോ. ഇനി അടുത്തത് EIJK എന്നും ഇറ്റ് ഇസ് എ റാൻഡം എറർ ഇത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ് വന്നിട്ടാണ് ഹൈപ്പോത്തസിസ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഈ ഉള്ള കാര്യങ്ങളെല്ലാം എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് സമയം തികയത്തില്ല എന്നുണ്ടെങ്കിൽ A1 ഈക്വൽ ടു A2, അതുപോലെ തന്നെ B1 ഈക്വൽ ടു B2 നൾ ഹൈപ്പോത്തസിസിൽ എഴുതണം. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിൽ വന്നിട്ട് ഒരു മിനിറ്റ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിൽ വന്നിട്ട് ഇതുപോലെ എഴുതണം കേട്ടോ. മാക്സിമം ഷോർട്ട് ആക്കി എഴുതിയാൽ മതിയേ. There is significant difference between the companies A1 and A2. അത് കഴിഞ്ഞിട്ട് there is significant difference between the year B1 and B2 എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് A1 B1 ഈക്വൽ ടു A2 B2. ഓക്കെ, അതാണ് നൾ ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is significant difference between the factor A and factor B. ഓക്കെ, 1 and 2 എന്ന് പറഞ്ഞാൽ എഴുതുക. നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു ഫോർമുല എഴുതണം. ഈ ഒരു ഫോർമുല എഴുതി കഴിഞ്ഞില്ല, എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യമേ തന്നെ ആ ടേബിൾ വരച്ചിട്ട് മൈനസ് ചെയ്താൽ പ്ലസ് ചെയ്താൽ നമ്മൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഉള്ള ഇതിലോട്ട് പോകാൻ. അപ്പം A വന്നിട്ട് കോൺട്രാസ്റ്റ് ഓഫ് A ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4K ഈക്വൽ ടു -1 പ്ലസ് A മൈനസ് B പ്ലസ് AB ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 into 2. അപ്പോൾ ഇത് എക്സ് ആണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ എക്സ് അല്ല, ഇൻറ്റു ആണ് കേട്ടോ. എക്സ് എന്ന് ഇട്ടിരിക്കുന്ന റീസൺ വന്നിട്ട് എൻ്റെ അല്ല, എല്ലാവരുടെയും ലാബിൽ വന്നിട്ട് ഇൻറ്റു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലല്ലോ, അതിന് പകരം സ്റ്റാർ അല്ലേ ഉള്ളത്. ഞാൻ സ്റ്റാർ എടുത്തില്ല കേട്ടോ. ഇനി അടുത്തത് വരുന്നതാണ് സം ഓഫ് സ്ക്വയർസ് ഓഫ് B ഈക്വൽ ടു കോൺട്രാസ്റ്റ് ഓഫ് B ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 into K ഈക്വൽ ടു -1 മൈനസ് A പ്ലസ് B പ്ലസ് AB ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 into K. 4 into K എന്ന് പറഞ്ഞാൽ 4 into 2. നെക്സ്റ്റ് വരുന്നതാണ് സം ഓഫ് സ്ക്വയർസ് ഓഫ് AB വന്നിട്ട് കോൺട്രാസ്റ്റ് ഓഫ് AB ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 into K ഈക്വൽ ടു +1 മൈനസ് A മൈനസ് B പ്ലസ് AB ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 into 2. ഓക്കെ, എസ് ടോട്ടൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ഫോർമുല അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എസ് ടോട്ടൽ എന്താണ് അതിൻ്റെ എല്ലാം സ്ക്വയർ ഇടണം. ആദ്യം വന്നിട്ട് 65 സ്ക്വയർ പ്ലസ് 70 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ പ്ലസ് 35 സ്ക്വയർ പ്ലസ് 50 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ മൈനസ് 65 പ്ലസ് 70 പ്ലസ് 30 പ്ലസ് 35 പ്ലസ് 20 പ്ലസ് 40 പ്ലസ് 50 പ്ലസ് 40 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര ഉണ്ട്, 8 അല്ലേ, 1 2 3 4 5 6 7 8 അല്ലേ, അപ്പം 8 ഇടുക. ഓക്കെ, അങ്ങനെയായിരിക്കും നമുക്ക് എസ് ടോട്ടൽ നമ്മൾ വേഗം കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് എറർ വന്നിട്ട് എസ് ടോട്ടൽ മൈനസ് SSA മൈനസ് SSB മൈനസ് SSAB ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ആ ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിൾ വരച്ചിട്ട് നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് എല്ലാം ഓരോ കോളത്തിൽ എഴുതുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നിട്ട് 2 - 1 2 - 1 2 - 1. എറർ വന്നിട്ട് 2 into 2 into 2 - 1 അത് വന്നിട്ട് 4 ആണ് കേട്ടോ. അപ്പോൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വന്നിട്ട് SSA divided by 1, SSB divided by 1, SSAB divided by 1, SS0 divided by 4. ഇവിടെ കിട്ടുന്ന 4. ഓക്കെ, എന്നിട്ട് നമ്മൾ എഫ് വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം അതുപോലെ കണ്ടുപിടിച്ചിട്ട് ടേബിളിൽ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എഴുതിയിട്ട് അത് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, A അക്സെപ്റ്റ് ആണോ B അക്സെപ്റ്റ് ആണോ AB അക്സെപ്റ്റ് ആണോ കേട്ടോ. കമന്റ് സെക്ഷനിൽ ഇടണേ. അപ്പം അടുത്ത ക്ലാസ്സിന് വന്നിട്ട് 8th അൽഗോരിതം കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്.